ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്ക സ്ത്രീകളുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ അല്ലേ. രാത്രി കിടക്കാൻ നേരം മിക്ക ആൾക്കാരും പ്രത്യേകിച്ച് സ്ത്രീകൾ ആലോചിക്കുന്നൊരു സംഭവമായിരിക്കും നാളെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുകയെന്ന്. അതുപോലെ മക്കൾക്ക് സ്കൂളിലേക്ക് മോർണിംഗിൽ എന്താണ് കൊടുത്തയക്കുക, ഓഫീസിലേക്ക് ഹസ്ബൻഡ് എന്ത് കൊടുത്തയക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു സൊല്യൂഷനാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല കുറച്ച് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അതും കൂടി വരുമ്പോഴാണ് ആ ഒരു കോമ്പിനേഷൻ ശരിയാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 2 വർഷം മുമ്പൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ വറുത്തതും എടുക്കാം, വറുക്കാത്തതും എടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് റവയിലോട്ട് 1 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് അവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൊണ്ട് മാറ്റി വയ്ക്കുക. ഒരു 1-2 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. അന്നേരം കൊണ്ട് നമുക്കിതിലോട്ടുള്ള ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് തക്കാളിയും അതുപോലെ വെളുത്തുള്ളിയാണ് വേണ്ടത്. വെളുത്തുള്ളി ഒരു 4-5 എടുക്കുക, 4-5 ക്ലൗസ് എടുക്കുക. അതുപോലെ തക്കാളി ഞാൻ ഒരു 2 തക്കാളി എടുത്തോളൂ നിങ്ങൾ. ഞാനിപ്പോൾ ചെറി ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടൊരു 5-6 ചെറി ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് കായപ്പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തിട്ട് ആ ഒരു തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. എരിവും അതുപോലെ കളറൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റവയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പാകത്തിന് തിക്നെസ് ആയിട്ടുണ്ട്. അതിലോട്ട് ഇനി 1 കപ്പ് തന്നെ തൈര് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ആ ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. അതായത് വല്ലാണ്ട് ലൂസാവാനും പാടില്ല. നമ്മൾ ഇഡ്ഡലി ബാറ്റർ ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ചേർക്കരുത് കേട്ടോ, കാരണം ഉപ്പുമാവിലോട്ടൊക്കെ ഉപ്പ് കൂടിയാൽ പ്രശ്നമില്ല. അതേപോലെ തന്നെ ഇതിലോട്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, ചെറിയൊരു ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 കഷ്ണം സവോളയും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ചേർത്തെടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് നിർബന്ധമാണ് ഇതിലോട്ട്, കാരണം തൈരും ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുമ്പോഴാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അപ്പത്തിന് നമുക്കിത് റെഡിയാക്കി എടുക്കണം. ഇത് സാധാ ചെറിയ ഫ്രൈങ് പാനിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ റോയൽ ഫുഡിൻ്റെ ഡബിൾ സൈഡ് ഗ്രിൽ പാനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് ഇതിൽ ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ 2 വശവും ഒന്നങ്ങോട്ട് ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. 2 വശം ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചും ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, മറ്റേ സൈഡും കുക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. വല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഹൈ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഡാർക്കായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഡാർക്കായിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ചൂട് കൂടുതലുണ്ടായിരുന്നു. എന്നിട്ട് അത് അടച്ച് വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോഴേക്കും നമ്മുടെ ചട്നി നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ കടുക് പൊട്ടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ വെച്ചത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം, മുകൾ ഭാഗം സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അത് പെട്ടെന്ന് സെറ്റാവും, കാരണം ഇത് നമ്മൾ അധികം തിക്നെസ് ഇല്ലാണ്ടല്ല ഇത് കുക്കാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഇത് ഈ ഒരു പാനിനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ നമ്മൾ ഫ്രൈങ് പാനിലാണെങ്കിൽ അതും ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഫ്രൈങ് പാനിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകരുത്. ഇത് കണ്ടോ, ഞാൻ നല്ല ചൂടുള്ള പാനിലോട്ട് ഒഴിച്ചപ്പോഴാണ് ഈ ഒരു കളറ് വന്നത്. ശരിക്കും ഇത് നല്ലൊരു യെല്ലോ കളറിലേക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടുള്ള പാനിലോട്ട് ഒഴിക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ ചട്നിയിലോട്ടുള്ള. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആ ഒരു ചട്നിയും കൂടി വരുമ്പോഴാണ് ആ ഒരു കോമ്പിനേഷൻ പൂർത്തിയാവുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചട്നിയും കൂടി എന്തായാലും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു പാനിൻ്റെ ഗുണം അതാണ് കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കാൻ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സാധാ ഫ്രൈങ് പാനിലാണെങ്കിൽ പതുക്കെ ഒന്നും ഇങ്ങോട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരു പാനിലോട്ട് തിരിച്ച് ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക കേട്ടോ. മുകൾ ഭാഗം സെറ്റായിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 2 വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഒന്നാണ്ട് ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ, ചൂടാറിയ ശേഷം ഞാനിത് ഇങ്ങോട്ടേക്ക് മാറ്റുന്നു കേട്ടോ. ചൂടോട് കൂടിയിട്ട് മാറ്റുമ്പോൾ ചിലപ്പം അതിങ്ങനെ ഇതായിപ്പോവും. കാരണം റവ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആവും. ആ ചൂടോട് കൂടിയിട്ട് കുറച്ചുകൂടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആ പാകത്തിനുള്ള ആ ഒരു ഇതായിപ്പോവും, സെറ്റായി പോവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നങ്ങോട്ട് ചൂടാറി ചെറിയൊരു ചൂടോട് കൂടി തന്നെ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ശരിക്കും ഒരു 3 പേർക്ക് നന്നായിട്ട് കഴിക്കാനുണ്ടാവും. 4 പേർക്ക് എന്ന് പറയുമ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓക്കെ, ഈ ഒരു അളവ് മതി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. നല്ല ടേസ്റ്റാണ് സംഭവം. ആ ഒരു ഇങ്ങനെ കഴിക്കാനും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും, ആ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പം ഫ്രൈങ് പാനിലാണെങ്കിൽ നമുക്ക് ഒരു ട്രയാങ്കിൾ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, അല്ലെങ്കിൽ സ്നാക്ക് ബോക്സാണ്. രാവിലെ ഇതൊക്കെ ഉണ്ടാക്കുമ്പം തീർച്ചയായിട്ടും മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോവാം. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ള റവ അപ്പമാണ്. അതുപോലെ മക്കൾക്കിത് സ്കൂളിലേക്ക് കൊടുത്തേക്കാനും പറ്റും, അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും പറ്റും, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കണം, നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ്, ഈ റവയുടെ പകുതി വേണം നമ്മൾ പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര കുറവ് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കപ്പ് തന്നെ എടുത്തിട്ടില്ല, അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലെൻഡർ ജാർ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഈ റവയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര പൊടിച്ചത്. ഇനി നമുക്ക് ആ സെയിം ബ്ലെൻഡറിലോട്ട് തന്നെ 2 മുട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ വേണം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കാപ്പൊടി, ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക, നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിലോട്ട് നമ്മൾ ഈ ഒരു ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ, ബാറ്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മുട്ടയുടെ ഈ ഒരു മിക്സാണ് ചേർക്കുന്നത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പാകത്തിനുള്ളതാണ്. അപ്പം എന്താ പറയുക, കൂടുതൽ പാലോ വെള്ളമോ ഒന്നും ചേർക്കണ്ട, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നല്ല പാകത്തിന് വരും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാറ്ററി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്ത് കൊടുക്കാനുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കുന്ന സമയത്ത് ഒരു പുളിപ്പുള്ള എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ വിനാഗിരിയും കൂടി ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് എന്താ പറയുക, സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക, ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക. എൻ്റെ അടുത്തിപ്പം ഇതുപോലെ കപ്പ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന മോൾഡ് ഉണ്ടല്ലോ, സിൽക്കൻ മോൾഡ്, അതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ആദ്യം ഓയിൽ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത ശേഷം, ആ ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതിന് കിട്ടില്ല. സിൽക്കൻ മോൾഡ് ആയതുകൊണ്ട് ചിലപ്പം പെട്ടെന്ന് കിട്ടും. പക്ഷേ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ ഓയിലിട്ട് ബ്രഷ് ചെയ്യാൻ നിർബന്ധമാണ്. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം ഇത് കുറച്ച് പൊങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു 1/2 പോർഷനോളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും വീട്ടിൽ കിട്ടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അണ്ടിപ്പരിപ്പാകുമ്പം ഒന്നുകൂടെ ഒരു കപ്പ് കേക്കിൻ്റെ അതിന് ആ ഒരു ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനൊരു സ്റ്റീലിൻ്റെ കപ്പിലും ഇത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 10 മിനിറ്റാണ് ഇതിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈം വരുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മുകളിലൊക്കെ നന്നായിട്ട് സെറ്റായി കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് മാറ്റാം. പിന്നെ ഇത് ചൂടോട് കൂടിയിട്ട് ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. ഒരു 10 മിനിറ്റൊക്കെ ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ശരിക്കും മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മധുരത്തിൽ മാത്രം ഉണ്ടാക്കുക കേട്ടോ. ഒരുപാട് പഞ്ചസാര ചേർക്കാണ്ടിരിക്കുക നല്ല. ഞാനിപ്പോൾ ചേർത്തത് നല്ല പാകത്തിനായിരുന്നു. 1/2 കപ്പിലും താഴെയാണ് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പാക മധുരം കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. എന്താ പറയുക, മൈദ ഒന്നും ചേർക്കാത്തതാണ്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു സ്റ്റീലിൻ്റെ കപ്പിൽ ഒഴിച്ചില്ലേ, അത് ശരിക്കും കപ്പ് കേക്കിൻ്റെ ആ ഒരു അതേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ കപ്പ് കേക്കിൻ്റെ ആ ഒരു സിൽക്കൻ മോൾഡിൽ ഒഴിച്ചത് അധികം കട്ടിയില്ലാണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ഇഡ്ലീൻ്റെ ഷേപ്പാണ് കിട്ടിയത്. കുറച്ചുകൂടെ കട്ടിയിൽ ഒഴിക്കാമായിരുന്നു എന്ന് പിന്നെ തോന്നി. ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചിട്ടുണ്ടാക്കുവാണ്. കാരണം മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണ്. ആ ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ചൂടാറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയേക്കോ, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഒറ്റയടിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിൽ എണ്ണ തടവിയ ശേഷം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. പിന്നെ ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോ റെസിപ്പി ബൈ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അപ്പുറത്തത് നമ്മൾ അടുത്ത റെസിപ്പീൻ്റെ ദോശ ചൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല, 10 മിനിറ്റ്. ആ സമയം കൂടി ഞാൻ ദോശ അവിടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റിന് മക്കൾക്ക് സ്കൂളിലേക്കും കൊടുത്തയക്കണം, ബ്രേക്ക്ഫാസ്റ്റിനും വേണം, എല്ലാം കൂടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ അതും 10 മിനിറ്റ് സ്റ്റീമാക്കി എടുത്തിട്ടുണ്ട്. അത് ചൂടോട് കൂട്ടി നമ്മൾ എടുക്കണ്ട കേട്ടോ, കുറച്ചൊന്ന് ചൂടാറിക്കോട്ടെ, ചെറുതായിട്ട് ചെറിയൊരു ചൂടിൽ മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ വളരെ എളുപ്പമാട്ടോ. അത് നമുക്ക് എന്താ പറയുക, ചെറിയൊരു ഇഡ്ഡലി ചെമ്പിലൊക്കെ നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റിലൊക്കെ ഇതുപോലെ ആക്കിയെടുക്കാം. നമ്മൾ എന്താ പറയുക, കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ചെയ്തെടുക്കാം. അപ്പം നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ള 3 റെസിപ്പീസും അടിപൊളി ടേസ്റ്റാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാനും രാവിലെ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം സ്കൂളിലേക്ക് പോകുന്ന തിരക്കും അതിൻ്റെ കൂടെ വീഡിയോ എടുക്കലും എല്ലാം കൂടി ആയിട്ട് പെട്ടെന്ന് തന്നെ സംഭവം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല പെർഫെക്റ്റാണ് സംഭവം. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാണ്ടാവും എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്റ്റീം ചെയ്തതല്ലേ, ഞാൻ ഇതേപോലത്തെ വേറൊരു റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. അത് കേക്ക് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് ഒരു ബ്രൗൺ കളറിലായിരിക്കും അതിൻ്റെ ടെക്സ്ചർ വരിക. ഇതിപ്പം സ്റ്റീം ചെയ്തതുകൊണ്ട് ഈ ഒരു കളറായിരിക്കും. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇത് ഇങ്ങനെ സ്റ്റീം ആക്കിയിട്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഏറ്റവും നല്ലത് സ്റ്റീം ചെയ്തതല്ലേ, അപ്പോഴാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഫീലിംഗ് വരിക. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക കേട്ടോ. ഫസ്റ്റത്തെ റെസിപ്പി ഞാനത് പറയാൻ വിട്ടുപോയി, എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ട് പോകാം. അടുത്തതൊരു ദോശ പോലെയാണ്, ഒരു അപ്പം പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് റവ അപ്പം കേട്ടോ. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാത്ത അപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിലോട്ട് 1 കപ്പ് തന്നെ റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാനുള്ളത് തേങ്ങ ചെരുവിയതാണ്. അത് റവയുടെ പകുതി വേണം നമ്മൾ തേങ്ങ ചെരുവിയതെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ 1/2 കപ്പ് തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഞാൻ അതിന് പകരം ഒരു 1/4 കഷ്ണം സവോളയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുക്കുക. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കാനില്ല. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, തൈര് ചേർക്കുന്നില്ല, അതുപോലെ ചോറ് ചേർക്കുന്നില്ല. ഇത്ര മാത്രം മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മൾ ഇഡ്ഡലി ബാറ്റർ ഉണ്ടല്ലോ, അത് ദോശമാവ് ആക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കില്ല, അതേപോലെ ആ ഒരു തിക്നെസ്സാണ് നമുക്കിതിന് വേണ്ടത്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഗ്രീസ് ചെയ്യാണ്ട് നമുക്ക് ഈ ഒരു കോക്കനട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഒരു ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഓയിൽ ഗ്രീസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുത്ത ശേഷം മുകളിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നുകൊണ്ട് പരത്തിയെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ബബിൾസ് ഒന്നും വരില്ല, കാരണം ഇത് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അപ്പോൾ ബബിൾസൊക്കെ വരും. പക്ഷേ ബേക്കിംഗ് സോഡ ചേർക്കാണ്ട് ഇങ്ങനെ അപ്പം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു അപ്പമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അത് കാണുന്ന പോലെ ഒന്നുമല്ല, നല്ല ടേസ്റ്റാണ്. തിരിച്ചും മറിച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ഒന്നുണ്ട് ചൂട് പോയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ലോണം ഒന്നിങ്ങനെ പൊങ്ങി വരും കേട്ടോ.
അപ്പോൾ അടുത്ത ബാച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പം ആ ഒരു ലുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ചൂടോട് കൂടിയിട്ട് ഒരു ഹാർഡായിട്ട് പോലെ തോന്നും, പക്ഷേ അപ്പം തന്നെ കാസ്ട്രോളിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ വെച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. നല്ല ടേസ്റ്റുള്ളൊരു അപ്പമാണ്. നമ്മൾ ഈ മീൻ കറിയുടെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ. ഞാനിവിടെ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയുള്ളത് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അടിപൊളി എന്താ പറയുക, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. നമ്മൾ അരി കുതിർത്ത് വെക്കാനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ റെസ്റ്റ് ചെയ്യാനോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ ചട്നി ഇല്ലാണ്ടെയും കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും. തേങ്ങാപ്പാൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ 3 വിഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയറും ചെയ്യുക കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.